Minus 15 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. S200 motors ignited. Plus 5 seconds. S200 बूस्टर्स का सफलतापूर्ण प्रज्वलन और LVM-3 M5 का उत्थापन द्वितीय प्रमोचन मंच से। We have a magnificent lift-off, the LVM-3 M5 CMS-03 mission in the air. The simultaneous thrusting of the twin S200 motors is indeed a sight to behold. Plus 30 seconds. GSLV Mark 3 LVM-3 के नाम से जाना जाता है। यह हर बार एक कहानी लिखता है। पिछली बार हमने इसे चंद्रयान 3 पर देखा था और अब हम देख रहे हैं LVM-3 M5 CMS-03 मिशन। A clear Sriharikota sky and the LVM-3 silhouette. Sharwan is in main Thrill auto. and satisfaction together at the countenance of the witnessing ISRO scientists. Shark 2 Plus is in 1 main auto. minute. दोनों स्टेप ऑन बूस्टर्स S200 बूस्टर्स सामान्य निष्पादन करते हुए अपने उद्दिष्ट कक्षा की ओर बढ़ रहे हैं। यान को उद्दिष्ट कक्षा की ओर ले जाते हुए The Shah's tracking station continue to track the trajectory. First stage performance normal. प्रथम चरण का कुल कार्यकाल 126 सेकंड का होगा। तत्पश्चात S200 बूस्टर शांत हो जाएंगे और उन्हें यान से पृथक कर दिया जाएगा। इस कड़ी में अगला चरण L110 ഭാരതം വിക്ഷേപിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും ഭാരമേറിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് 3 അഥവാ CMS-3 ഭ്രമണപഥത്തിൽ എത്തുകയാണ്. വിക്ഷേപണം നടന്നു കഴിഞ്ഞു. ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും അയക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം കൂടിയാണിത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ VSSC മുൻ ശാസ്ത്രജ്ഞൻ എസ് ശിവകുമാർ ചേരുകയാണ്. സർ, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് കൂടുതൽ ശക്തമാകുന്നു എന്ന് തന്നെ ഇതിലൂടെ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. തീർച്ചയായും നാവികസേനയുടെ കരുത്ത് കമ്മ്യൂണിക്കേഷൻ കേപ്പബിലിറ്റി ഇൻക്ലൂഡിംഗ് സബ്മറീൻസിനുള്ള കമ്മ്യൂണിക്കേഷൻസ്, റിയൽ ടൈം വീഡിയോ, റിയൽ ടൈം ഓഡിയോ, റിയൽ ടൈം വോയിസ്, ഡേറ്റ ട്രാൻസ്ഫർ എല്ലാം റിയൽ ടൈമിന് എസ്പെഷ്യലി നമ്മുടെ എൻറ്റയർ ഇന്ത്യയുടെ പ്രൊട്ടക്ഷന് ഈ സാറ്റലൈറ്റ് വളരെ ഫലപ്രദമായിരിക്കും. ശരി, ഐസനിലേക്ക് കൂടി എത്തുകയാണ്. ഐസൻ വളരെ നിർണായകമായ ഒരു ആശയവിനിമയ ഉപഗ്രഹം കൂടിയാണ്. രാജ്യസുരക്ഷയെല്ലാം വളരെ വലിയ രീതിയിൽ അല്ലെങ്കിൽ നിർണായകമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഉപഗ്രഹം കൂടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സൈനിക ബലം വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായകരമാകുമെന്ന് കൂടി നമ്മൾ പറയേണ്ടി വരുമല്ലോ. തീർച്ചയായും നമ്മുടെ സൈനിക നേട്ടങ്ങൾ, സൈനിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഏറെ പ്രയോജനകരവും നിർണായകവുമാണ് ഈ റോക്കറ്റ്, ഈ സാറ്റലൈറ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ശിവകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ വലിയ രീതിയിലുള്ള ഡാറ്റ സ്റ്റോറേജും ഡാറ്റ ട്രാൻസ്ഫർ കേപ്പബിലിറ്റീസും എല്ലാം തന്നെ ഇതിനെ വളരെയധികം ശാക്തീകരിക്കുന്നുണ്ട്. ഒരു ഇലക്ട്രോണിക് സംവിധാനം എന്ന നിലയിൽ വളരെയധികം ശക്തിയോടെ പ്രവർത്തിക്കുന്ന, വളരെയധികം സ്ട്രോങ് ആയി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണിത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് 217 സെക്കൻഡ് പിന്നിടുമ്പോൾ കൃത്യമായ ട്രജക്ടറിയിൽ തന്നെ റോക്കറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ റോക്കറ്റിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജ് സാധാരണഗതിയിൽ ക്യാമറകളിൽ നിന്നും കാണാൻ സാധിക്കുന്ന ഒരു അകലത്ത് നിന്നും വിട്ടുപോയിരിക്കുന്നു റോക്കറ്റ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഗ്രാഫിക്സിലെല്ലാം തന്നെ വിവരങ്ങൾ കാണാനും സാധിക്കുന്നത്. വിശാലമായ ആകാശത്തേക്ക് പോകുന്നതിനിടെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 2 സ്ട്രാപ്പ് മോട്ടോറുകൾ വിഘടിച്ച് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 3 സ്റ്റേജുകളാണുള്ളത്. സ്ട്രാപ്പ് ഓൺസും അതുപോലെ തന്നെ കോർ സ്റ്റോറും അപ്പർ സ്റ്റേജ് 3 സ്റ്റേജുകളിൽ നിന്ന് ഓരോ ഘട്ടമായാണ് വേർതിരിയുകയും ചെയ്യുക. ഇപ്പോൾ ആദ്യഘട്ടം നമുക്കിപ്പോൾ സ്ട്രാപ്പ് മോട്ടോറുകൾ വിഘടിച്ച് കഴിഞ്ഞു എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 138 കിലോമീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ റോക്കറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഹീറ്റ് കവർ, അതായത് സാറ്റലൈറ്റ് ഏറ്റവും മുകളിലുള്ള സാറ്റലൈറ്റിൻ്റെ ഹീറ്റ് കവർ തുറന്നു പോയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഘടകങ്ങൾ മാത്രമാണ് ഇപ്പോൾ റോക്കറ്റിൻ്റെ ഭാഗമായി, വിക്ഷേപണത്തിൻ്റെ ഭാഗമായുള്ളത്. വിക്ഷേപണം കൃത്യമായ രീതിയിൽ, അതായത്
റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് 3.3 കിലോമീറ്ററാണ്. 150 കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിക്ഷേപണം നടന്നപ്പോൾ 300 സെക്കൻഡ് തികയുന്നതേ ഉള്ളൂ. അതായത് 5 മിനിറ്റ് തികയുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ട്രജക്ടറിയിൽ റോക്കറ്റ് പോകുന്നു എന്നല്ലേ സാർ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആ ട്രജക്ടറിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ പാരാമീറ്റേഴ്സും ആസ് പ്രഡിക്റ്റഡ് ആണ്. സോ അബ്സല്യൂട്ട്ലി ദർ ഈസ് നോ പ്രോബ്ലം. ആസ് പെർ പ്രഡിക്ഷൻ ആണ് എല്ലാ ട്രജക്ടറി പാരാമീറ്റേഴ്സ്, ആൾട്ടിറ്റ്യൂഡ്, റിലേറ്റീവ് വെലോസിറ്റി, നമ്മുടെ പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേജസ്, എവറിത്തിങ് ആസ് പ്രഡിക്റ്റഡ് ആണ്. കൃത്യമായ ഓർബിറ്റ് കൂടി തന്നെയാണ് അത് പോകുന്നത്, ട്രജക്ടറി കൂടി തന്നെയാണ് അത് പോകുന്നത്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജും വിഘടിപ്പിച്ചു അല്ലേ? അല്ല, ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എത്തിക്കൊണ്ട് ഇപ്പോൾ ജസ്റ്റ് സെപ്പറേറ്റ്. സെക്കൻഡ് സ്റ്റേജ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ക്രയോ സ്റ്റേജ് ആണ്. ഇപ്പോൾ ക്രയോ സ്റ്റേജ് ഇഗ്നിഷൻ, ക്രയോ സ്റ്റേജിൻ്റെ ഇഗ്നിഷൻ ഇപ്പോൾ വളരെ പ്രധാനമാണ്. ഇത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഏറ്റവും വളരെ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ് ഈ ക്രയോ ടെക്നോളജി എന്ന് പറയുന്നത് തന്നെ. അത് ഏറ്റവും അഭിമാനകരമാണ്. ഇത് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ക്രയോ സ്റ്റേജും ഇഗ്നൈറ്റ് ആയി എന്നുള്ള സിഗ്നൽസാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ക്രയോ സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ ആണ്. ഏറ്റവും സങ്കീർണമായ ടെക്നോളജിയാണ് ഈ ക്രയോജനിക് ടെക്നോളജി എന്നുള്ളത്. ഏറ്റവും പവർഫുൾ ആൻഡ് ഏറ്റവും എഫിഷ്യൻറ്റ് ഒരു ടെക്നോളജിയാണ്. അതാണ് ഇതിൻ്റെ ആൾമോസ്റ്റ് 50% ഓഫ് ദ റിലേറ്റീവ് വെലോസിറ്റി കൊടുക്കുന്നത് ഈ തേർഡ് സ്റ്റേജാണ്. അപ്പോൾ ഇത് തദ്ദേശീയമായിട്ട് ഇന്ത്യക്കകത്ത് നമ്മുടെ ഇസ്രോ ടീം തന്നെ ഡെവലപ്പ് ചെയ്ത സ്റ്റേജാണ് ഇത്. അത് ഏറ്റവും അഭിമാനകരമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്.